ഇനി വരുന്നത് നമുക്ക് ഇൻസ്പെക്ടർ ഡയറിയിലെ കുറച്ച് റൂൾസ് എഴുതിയേക്കുന്ന പാർട്ട് നോക്കാം. നമ്മൾ കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് ആദ്യമേ ഒന്നും കൂടി ഒന്ന് നോക്കാം. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷനെ പറ്റിയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. അതാണ് നമുക്ക് റൂൾസിൻ്റെ ആ പാർട്ട് തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് അഡിക്വേറ്റ് റേറ്റിംഗ് ഷാൽ ബി പ്രൊവൈഡഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ. അപ്പോൾ റെഗുലേഷൻ 37 നമ്മൾ ഈ റെഗുലേഷൻസും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വേറെ കുറച്ച് നോട്ട്സ് സംഘടിപ്പിച്ചാണ്. ഇത് കെ ടി യുവിൻ്റെ ഇത് പ്രകാരമുള്ള നോട്ട്സാണ്. കെ ടി യു എന്ന് പറഞ്ഞാൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്ന അതിലുള്ള പ്രകാരമുള്ള നോട്ടാണ്. അപ്പോൾ സൈസ് ഓഫ് EHV സബ്സ്റ്റേഷൻ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ 110 kVA റേഞ്ചൊക്കെ വരുമ്പോൾ EHV സബ്സ്റ്റേഷനായി. 110/11 kV സബ്സ്റ്റേഷൻ്റെ ഒരു ഡിസൈൻ വെച്ചാണ് കാണിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിത് നോക്കിയിട്ട് അതനുസരിച്ച് റെഗുലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് വായിച്ചാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡ്രോ ദ സിംഗിൾ ലൈൻ ലേ ഔട്ട് ഓഫ് 16 MVA 110/11 kV ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ വിത്ത് ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ 16 MVA എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോൾട്ട് ലെവലാണ്, അല്ലെങ്കിൽ ഫോൾട്ട് ലെവലല്ല, ഐ മീൻ അവിടുത്തെ ലോഡ് ലെവലാണ്. രണ്ട് ഇൻകമിങ് ആയിട്ട്, അതായത് ഈ സബ്സ്റ്റേഷനിലേക്ക് രണ്ട് സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ രണ്ട് വഴിയാണ് സപ്ലൈ വരുന്നത്. എന്നിട്ട് അതിൽ 2 ട്രാൻസ്ഫോമറുകളുണ്ട്. അതിന് 110 kVA 11 kVA മാറ്റുന്ന 2 ട്രാൻസ്ഫോമറാണ് ഉള്ളത്. പിന്നെ വേറെ പല സ്വിച്ച് ഗിയേഴ്സും ഉണ്ടാവും, ബസ് ബാർ ഉണ്ടാവും. 110 ഒരു ബസ് ബാർ ഉണ്ടാവും, 11 ബസ് ബാർ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇതാണ് നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം, ഇതിൻ്റെ റഫ് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇൻകമർ ഫീഡർ 1, 2 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഒരെണ്ണം മനസ്സിലാക്കിയാൽ മറ്റേ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻകമർ ഫീഡർ 1, ഇൻകമർ ഫീഡർ 2 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരെണ്ണത്തിൽ PT മെഷർമെൻറ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. 11 അത് കഴിഞ്ഞിട്ട് സർക്യൂട്ട് ബ്രേക്ക് CB എന്ന് പറഞ്ഞ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് കഴിഞ്ഞ് PT എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, പിന്നെ LA എന്ന് പറഞ്ഞാൽ ലൈറ്റിനിങ് അറസ്റ്ററാണ്. പിന്നെ എർത്തിലേക്ക് ചെയ്ത എർത്ത് സ്വിച്ചൊക്കെ കാണാം നമുക്കവിടെ. ഈ കാണുന്ന എർത്ത് സ്വിച്ചാണ്. ഇത് ലൈറ്റിനിങ് അറസ്റ്റേഴ്സ് കാണാം. PS എന്ന് എഴുതിയേക്കുന്ന എർത്ത് സ്വിച്ച്. രണ്ടിൻ്റെയും ചെറിയതിൽ ഒരു ഫിഗറിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻകമർ ഫീഡർ 2-ൽ ES എന്ന് എഴുതിയേക്കുന്ന എർത്ത് സ്വിച്ചാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇൻകമർ ഫീഡർ 2-ൽ LA എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഇൻകമർ ഫീഡർ 1-ലും കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബെറ്റർ നമ്മൾ ഇൻകമർ ഫീഡർ 2 കാണുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിന് ശേഷം കറണ്ട് ട്രാൻസ്ഫോമർ വരുന്ന കാണാം, CT എന്ന് എഴുതിയേക്കുന്നത്. അതും മെഷർമെൻറ്റ് പർപ്പസിനാണ്, കറണ്ട് മെഷർമെൻറ്റ് പർപ്പസിനാണ്. അതിനുശേഷം ബസ് ബാറിലേക്ക് കണക്ട് ചെയ്ത്, അപ്പോൾ ഡബിൾ ബസ് ബാറാണ് ഉപയോഗിച്ചേക്കുന്നത്. ഡബിൾ ബസ് ബാർ സിസ്റ്റം ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഒരു ബസ് ബാറിന് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ നമ്മൾ മെയിൻ്റെനൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ ബസ് ബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് സപ്ലൈ എപ്പോഴും നമ്മൾ ഓണാക്കി വെക്കണം. ബസ് 1, ബസ് 2 എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്തേക്കുന്നത്. ബസ് കപ്ലർ ചെയ്തേക്കുന്ന രണ്ടിലേക്കും കണക്ഷൻസ് വേരിയസ് രീതിയിൽ കണക്ഷൻസ് ചെയ്യാം. കപ്പിൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കണക്റ്റ് ആക്കുക എന്നുള്ളൊരു മീനിങ് ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ശരിക്കും 16 MVA ആണ് നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ വലിയ വർക്കുകളൊക്കെ എപ്പോഴും ഒറ്റ ട്രാൻസ്ഫോമറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് 2 ട്രാൻസ്ഫോമർ ആക്കി സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ 8 MVAയുടെ ഒരു ട്രാൻസ്ഫോമർ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അത് ഓപ്പറേഷൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ എളുപ്പമാക്കും. ഇപ്പോൾ ഒരെണ്ണത്തിന് മെയിൻ്റെനൻസ് വന്നാൽ അത് മാത്രം ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ CTക്ക് ശേഷം നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ 110 kV 11 kV ആക്കാനുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കാണാം. രണ്ട് സെക്ഷനാണ്, 2 ട്രാൻസ്ഫോമർ ഉണ്ട്. അതിൻ്റെ CT ഉണ്ട്. CT എപ്പോഴും മെഷർമെൻറ്റ് പർപ്പസിനാണ്. പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അതായത് ഇൻകമർ സൈഡിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, ഔട്ട് ഗോയിങ് സൈഡിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അതിനുശേഷം അത്
ബസ് ബാർ ഒരു 11 kV അതായത് 11 kV ആയിട്ട് സ്പ്ലിറ്റ് ആയതിനു ശേഷം 11 kV ഒരു ബസ് ബാർ ഉണ്ട്. ബസ് ബാറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കണതാണ്. അതിനുവേണ്ടി സെക്ഷനൈസ് ബേസിക്കലി ബസ് കപ്ലിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സെക്ഷനായിട്ടൊക്കെ രണ്ട് ഫീഡർ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് വിടണമെങ്കിലോ അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ 11 kV പിന്നെ സ്പ്ലിറ്റപ്പ് ചെയ്ത് 433 ഒക്കെ ആക്കിയിട്ട് പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ ഔട്ട് ഗോയിങ് ഫീഡർ 1 എന്നൊക്കെ എഴുതിയേക്കണ ആ ഭാഗത്ത് കാണാം. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം. എല്ലായിടത്തും ബസ് പി ടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ്. അത് അതിൻ്റെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വോൾട്ടേജൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത്രയും ഹൈ വോൾട്ടേജ് അല്ലേ, അത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ഇത് വായിച്ചു നോക്കിയാൽ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് അഡിക്വേറ്റ് റേറ്റിംഗ് ഷാൽ ബി പ്രൊവൈഡ് ആഫ്റ്റർ ദ പോയിന്റ് ഓഫ് കമ്മ്യൂണിറ്റി സപ്ലൈ തുടങ്ങുന്നതിൻ്റെ അപ്പുറം പ്രൈമറിയും സെക്കൻഡറി സൈഡിലും തുടങ്ങണം. ട്രാൻസ്ഫോമർ പ്രൈമറി സെക്കൻഡറി സൈഡിലും ഇത് കൊടുക്കണം. അഡിക്വേറ്റ് റേറ്റിംഗ് ആവശ്യമായ റേറ്റിങ്ങിനുള്ളത് കൊടുക്കണം എന്നാണ് നമ്മുടെ റെഗുലേഷൻ 37 നിഷ്കർഷിക്കുന്നത്. അപ്പോൾ അതവിടെ എഴുതിയേക്കണതാണ്. പിന്നെ അതിന് ശേഷം പറയുന്ന സാധനം മിനിമം വർക്കിംഗ് ക്ലിയറൻസ് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ബെയർ കണ്ടക്ടേഴ്സ് ആൻഡ് ഐബേഴ്സ് ആസ് ഷോൺ ടേബിൾ 1. ഒരു ടേബിൾ ഉണ്ട് അപ്പുറത്ത്, അതിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ ഇൻസുലേഷൻ ഇല്ലാത്ത നമ്മുടെ സാധാരണ ലൈൻ കമ്പികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ കെ വികളും ഹയസ്റ്റ് വോൾട്ടേജ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു എഴുതിയിട്ടുണ്ട്. 12, 36, 72.5, 145 അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഉപയോഗിക്കുമ്പോൾ കണ്ടക്ടേഴ്സ് തമ്മിൽ, അതായത് ആ ലൈനുകൾ തമ്മിൽ മിനിമം പാലിക്കേണ്ട ദൂരം ഇൻ മീറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത്. 2.6 മിനിമം തുടങ്ങുന്നത്. അങ്ങനെ 10 മീറ്റർ ഗ്യാപ്പ് വരെയുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരസ്പരം പല സേഫ്റ്റി ഇഷ്യൂസ് കാരണമാണ് നമ്മൾ അത്രയും ഗ്യാപ്പ് ഇട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ അത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, അതായത് നമ്മൾ മല പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കയറി പോകും തോറും 1000 മീറ്റർ അതിന് മുകളിലുള്ള ഇതനുസരിച്ച് ഓരോ 100 മീറ്ററിലും ഈ പറഞ്ഞതിനേക്കാളും ഒരു 25% കയറ്റി വേണം ക്ലിയറൻസ് കൊടുക്കാൻ എന്നും കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 1000 to 3000 റേഞ്ച് മീറ്റർ വരുന്ന സാധനങ്ങളിൽ ക്ലിയറൻസിൻ്റെ ആ ഒരു ഈ പറഞ്ഞ വോൾട്ടേജ് നോക്കിയിട്ട് നമ്മുടെ ടേബിൾ 1 നോക്കിയിട്ട് ഇപ്പോൾ 2.6 ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 25% കൂടി കയറ്റിയൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ സേഫ്റ്റി വർക്കിംഗ് ക്ലിയറൻസ് ബേസ്ഡ് ഓൺ ഇൻസ്റ്റലേഷൻ ഹൈറ്റ് ഓഫ്, ഈ പറഞ്ഞ ഇതിൻ്റെ ഹൈറ്റ് മിനിമം നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ആ ഇൻസുലേറ്ററിൻ്റെ ഏറ്റവും അടിഭാഗം തൊട്ട് ഗ്രൗണ്ടിലേക്ക് ആ ഒരു റേഞ്ച് 2.44 മീറ്റർ എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് റെഗുലേഷൻ 46-ൻ്റെ അകത്ത് പറയുന്നുണ്ടെന്നും കൂടി എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുകൂടാതെ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഓയിൽ സോക്ക് പിറ്റ് പ്രൊവൈഡ് ചെയ്യണം. മറ്റേ 2000 ലിറ്റർ കൂടുതൽ ട്രാൻസ്ഫോമർ ഓയിലുള്ളതിലും ഓയിലിന് വേണ്ടിയുള്ള പിറ്റ് പ്രൊവൈഡ് ചെയ്യണം, സോക്ക് പിറ്റ് എന്ന് പറയും. പിന്നെ അത് ഓയിൽ ഡ്രെയിനേജ് ഫെസിലിറ്റി കൊടുക്കണം. മറ്റേ 9000 ലിറ്ററിന് മുകളിലുള്ള സാധനങ്ങളിലൊക്കെ. അപ്പോൾ അത് റെഗുലേഷൻ വായിക്കുമ്പോൾ കുറച്ചും കൂടി അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് EHV സബ്സ്റ്റേഷനോട് അനുബന്ധമായിട്ടുള്ള അവിടുത്തെ ട്രാൻസ്ഫോമറിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഓൾ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് സ്വിച്ച് ഗിയർസ് ഷാൽ ബി മെയിൻറ്റെയിൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെയിൻ്റെനൻസ് ഷെഡ്യൂൾ given in relevant code of practice of BS as required regulation 46(2)D. അപ്പോൾ അത് റെഗുലേഷനിൽ അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ചെയ്യണം. ഇത് ഓരോരോ നിർദ്ദേശങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ നോക്കണം, ഏതൊക്കെ പാർട്ട് റെഗുലേഷനിലേക്ക് നോക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ച് നമുക്ക് റെഗുലേഷൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ റെഗുലേഷനിൽ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാനും പറ്റുകയും ചെയ്യും. എന്നിട്ടൊരു സേഫ്റ്റി ഓഫീസർ ഷാൽ കീപ്പ് എ റെക്കോർഡ് ദെയറോഫ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഷെഡ്യൂൾ അതിൻ്റെ റെക്കോർഡ് വേണം. ആൻഡ് ഷാൽ ബി മെയ്ഡ് അവൈലബിൾ ടു ദ ഇലക്ട്രിക് ഇൻസ്പെക്ടർ ആസ് റിക്വയർഡ് അണ്ടർ റെഗുലേഷൻ 5(3). അപ്പോൾ ഇതൊരു മെയിൻ്റെനൻസ് പ്രൊസീജിയേഴ്സും അതിൻ്റെ റെക്കോർഡ്, അത് എന്തൊക്കെ ചെയ്തു, എപ്പോൾ ചെയ്തു, ഡേറ്റ് ഓഫ് ഇത് എല്ലാം നമ്മൾ നോക്കി വെക്കണം. അതൊരു റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് ഇൻസ്പെക്ടർ വരുമ്പോൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയാം. For substation or switching station with apparatus having more than 2000 liters of oil installed, it should be ensured that the adequate fire protection arrangement for quenching the fire apparatus is provided. അതായത് 2000 ലിറ്ററൊക്കെ ഓയിലുള്ള ട്രാൻസ്ഫോമർ ആകുമ്പോൾ കത്ത് പിടിച്ചാൽ അതിനെ ഫയറിന് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള പ്രാപ്തമായിട്ടുള്ള ഫയർ എക്യുപ്മെൻറ്റ്സും കൂടി പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയും. അഡിക്കേറ്റ് ഫയർ ഡിറ്റക്ഷൻ പ്രൊട്ടക്ഷൻ അറേഞ്ച്മെൻറ്റ് ഫോർ ക്വെഞ്ചിങ് ദ ഫയർ ഓഫ് ദ apparatus ഷാൽ ബി പ്രൊവൈഡഡ്. അതായത് തീ കത്താണ്ടിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഡിറ്റക്ഷനുള്ള സിസ്റ്റം കൂടി പ്രൊവൈഡ് ചെയ്യണമെന്ന് റെഗുലേഷൻ പറയുന്നുണ്ട്.
Cable trenches inside the substation and switching stations containing cables are filled with sand, pebbles or similar non-inflammatory or completely covered with non-inflammable slabs. അതായത് തീ പിടിക്കാത്ത സാധനങ്ങളൊക്കെ വെച്ച് വേണം നമ്മുടെ സബ്സ്റ്റേഷനിലെ ഫുൾ കേബിൾ ട്രെഞ്ചിലെ കേബിൾസ്, അതിൻ്റെ സ്ലാബാണെങ്കിലും അതിൻ്റെ അകത്ത് സാൻഡ്, പെബിൾസ് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കത്താത്ത നോൺ ഇൻഫ്ലേമബിൾ ആയിട്ട് മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. റെഗുലേഷൻ 46 തന്നെ പറയുന്നതാണ്. അപ്പോൾ ഓൾ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഷാൽ ബി ആസ് പെർ CEA ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ പ്ലാന്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈൻസ് പറഞ്ഞാൽ അതിൽ റെഗുലേഷൻ 2022 പ്രകാരമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. Isolators and corresponding earthing switches shall be interlocked so that no earthing switch can be closed unless and until the corresponding isolator is in open position. അതായത് ഈ ഐസൊലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഓണാക്കുന്ന പോലെയാണ്. സ്വിച്ച് ഓണാക്കുമ്പോഴത്തേക്കും സപ്ലൈ ചെല്ലും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ എർത്തിങ് സ്വിച്ച് നിന്ന് എന്തിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ എർത്ത് ചെയ്തിടണം. അപ്പോൾ ഇതിലെ ചാർജ് എല്ലാം ഡിസ്ചാർജ് ആയി പോകാനും നമ്മുടെ ഒരു ലൈനിലൊരു ചാർജ് നിൽക്കുക, അത് ഡിസ്ചാർജ് ആയി പോകും. അതുമാത്രമല്ല സേഫ്റ്റി, ആരെങ്കിലും ഓണാക്കി അപ്പോൾ തന്നെ ട്രിപ്പ് ആവാനും ഉള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസൊലേറ്റർ ഓഫാക്കിയതിന് ശേഷം, അതായത് ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കണം എർത്ത് സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. അതായത് ലൈൻ ഓണാക്കി കിടക്കുമ്പോൾ എർത്തിലേക്ക് കണക്ട് ചെയ്താൽ വലിയൊരു ഫാൾട്ട് സംഭവിക്കും, എർത്ത് ഫാൾട്ടായിട്ട് മാറും. അപ്പോൾ ആ ഒരു സംഭവം നടക്കാണ്ടിരിക്കാൻ പരസ്പരം ഇൻ്റർലോക്ക് ചെയ്യണം. അതായത് ഐസൊലേറ്റർ ഓപ്പൺ ആയാൽ മാത്രം എർത്ത് സ്വിച്ച് ഓൺ ആവും എന്നുള്ള ഒരു സംവിധാനത്തിനാണ് ഇൻ്റർലോക്ക്. പരസ്പരം ലോക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ്. ഒരെണ്ണം ഓഫായാലും മറ്റേത് ഓണാക്കാൻ പറ്റുള്ളൂ, മറ്റേത് ഓഫായാലും ഇത് ഓണാക്കാൻ പറ്റുള്ളൂ. ആ ഒരു സംവിധാനം ചെയ്തു വെച്ചിരിക്കണം എന്നാണ് റെഗുലേഷൻ 47 പറയുന്നത്. Isolators and corresponding earth switches shall be interlocked such a way that the earthing switch can be closed only പറഞ്ഞു. ഐസൊലേറ്റർ ഓപ്പണാക്കുന്ന പക്ഷം മാത്രം എർത്തിങ് സ്വിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. When 2 or more transformers are operated in parallel, the system shall be so arranged as to trip the secondary breaker of the transformer in case the primary breaker of the transformer trips. അതായത് രണ്ടോ അതിൽ കൂടുതലോ ട്രാൻസ്ഫോമർ പാരലൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ കൺട്രോൾ വയറിങ് ചെയ്യുമ്പോൾ സെക്കൻഡറി ബ്രേക്കറും പ്രൈമറി ബ്രേക്കർ ട്രിപ്പ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ട്രിപ്പ് ആവുന്ന രീതിയിൽ ചെയ്യണം. അതായത് ചിലപ്പോൾ പ്രൈമറി സൈഡിൽ ഫോൾട്ട് ആണെങ്കിൽ അത് പ്രൈമറി ട്രിപ്പ് ആവും, ആ ടൈമിൽ തന്നെ സെക്കൻഡറി ട്രിപ്പ് ആവുന്ന ഒരു രീതിയിൽ ഈ പാരലൽ ഓപ്പറേഷനൊക്കെ ഉള്ള ടൈമിൽ ചെയ്യണം. മിനിമം പ്രൊട്ടക്ഷൻസ് ആസ് ഷോൺ ബിലോ ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ലൈൻസ്, ട്രാൻസ്ഫോമേഴ്സ്, റിയാക്ടേഴ്സ് ആൻഡ് ബസ് ബാസ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ പ്ലാന്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈൻസ് റെഗുലേഷൻ 2022 പ്രകാരമുള്ള ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മിനിമം പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻസിൽ ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ റിലേകളെ പറ്റി വിശദമായിട്ട് പഠിക്കണം നമ്മൾ. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ റിലേസ് ഉപയോഗിക്കുന്നുണ്ട്, ഓവർ കറണ്ട് എർത്ത് ഫാൾട്ടിനുള്ള റിലേസ് ഉപയോഗിക്കുന്നുണ്ട്, ഓവർ വോൾട്ടേജ് 2 സ്റ്റേജ് റിലേ 220 kV മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓട്ടോ റീക്ലോസിങ് തിരിച്ച് തന്നെത്താനെ ഓണാവും, അതായത് ഫോൾട്ട് ക്ലിയർ ചെയ്ത് തന്നെത്താനെ ഓണാവാനുള്ള സംവിധാനം ചെയ്യണം, അത് ഉപയോഗിക്കണം. 220 kV ആൻഡ് അബോവിൽ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസും 6 kV to 132 kVയിൽ 3 ഫേസ് റീക്ലോസിങ് ആയിരിക്കണം. അതായത് ഓരോ ഫേസും ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യണതും സെപ്പറേറ്റ് റീക്ലോസിങ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമേഴ്സിൽ വേണ്ട പ്രൊട്ടക്ഷൻസ്, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻസ് വേണം, റെസ്ട്രിക്റ്റഡ് എർത്ത് ഫാൾട്ട് പ്രൊട്ടക്ഷൻ വേണം, ഓവർഫ്ലക്സിങ് പ്രൊട്ടക്ഷൻസ് വേണം. ഓവർഫ്ലക്സിങ് ആൻഡ് എർത്ത് ഫാൾട്ട് പ്രൊട്ടക്ഷനും HV-LV സൈഡിൽ ഓവർഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ കൂടുതൽ ആ ഒരു സംഭവത്തിനാണ് പറയുന്നത്. ബെറ്റർ ബോത്ത് ഇൻസ്റ്റൻറ്റേനിയസും IDMT ഇൻവേഴ്സ് ഡെഫിനിറ്റ് മീൻ ടൈം റിലേ എന്നൊക്കെ പറയും. അപ്പോൾ അത് റിലേയുടെ പാർട്ടിൽ കുറച്ചും കൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ വേണ്ട റിലേകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് പ്രൈമറി സൈഡിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. പിന്നെ ബുക്ക് ഹോൾസ് റിലേ ഓയിൽ ഫീൽഡ് ട്രാൻസ്ഫോമറിലൊക്കെ വരുന്നതാണ് ബുക്ക് ഹോൾസ് റിലേ. ആൻഡ് വൈൻഡിങ് എറിഡ് ഓയിൽ ടെമ്പറേച്ചർ അലാം ആൻഡ് ട്രിപ്പിംഗ്, MOG വിത്ത് അലാറം, OSR, PRD ആൻഡ് സർജ് അറസ്റ്റർ വേണം. both primary and secondary side located outdoor and connected to overhead lines. അപ്പോൾ ഈ പറഞ്ഞ റിലേസൊക്കെ നോട്ട് ചെയ്ത് നോക്കി, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ടെർഷ്യറി വൈൻഡിങ് പ്രൊട്ടക്ഷൻ 132 and above വേണ്ടി വരും. ഓവർലോഡ് അലാറം വേണ്ടി വരും 132 and above. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വേണം. ഇപ്പോൾ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻസിന് വേണ്ടി. അപ്പോൾ അതിലൊക്കെ ഓവർ വോൾട്ടേജ് വരാൻ സാധ്യത വരും. നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ ടേൺസ് വെച്ചുള്ള കളിയാണല്ലോ, അപ്പോൾ അത് മാറ്റുന്നതനുസരിച്ച് ചിലപ്പോൾ സെക്കൻഡറി സൈഡിൽ ആവശ്യത്തിൽ കൂടുതൽ വോൾട്ടേജ് വന്നാൽ അതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ചെയ്യുമല്ലോ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള റിലേസൊക്കെയാണ്. പിന്നെ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 400 kV അബോവിൽ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യലും
റെസ്ട്രിക്റ്റഡ് എർത്ത് ഫാൾട്ട്, ഓവർ കറണ്ട് എർത്ത് ഫാൾട്ട്, പിന്നെ ബുക്ക് ഹോൾസ്, WTI OTI എമോജി, പിന്നെ ഓവർ കറണ്ട് ആൻഡ് എർത്ത് ഫാൾട്ട് റിലേസ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈ സ്പീഡ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ടർ വിത്ത് ലോക്കർ ബ്രേക്കർ, നമ്മുടെ ബസ് ബാറിൻ്റെ ഇതിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. എവറി ജനറേറ്റിംഗ് സ്റ്റേഷൻ സബ്സ്റ്റേഷൻ കണക്റ്റഡ് ടു ദ ഗ്രിഡ് 220 kV ആൻഡ് അബവ് ഷാൽ ബി പ്രൊവൈഡ് വിത്ത് ഡിസ്റ്റർബൻസ് റെക്കോർഡിംഗ് ആൻഡ് ഇവൻറ്റ് ലോഗിങ് ഫെസിലിറ്റീസ്. അതായത് ഡിസ്റ്റർബൻസ് ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് ലോഗ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം. ആൻഡ് ഓൾ സച്ച് എക്യുപ്മെൻറ്റ്സ് ഷാൽ ബി പ്രൊവൈഡ് വിത്ത് ടൈം സിഗ്നലൈസേഷൻ ഫെസിലിറ്റി ഫോർ ഗ്ലോബൽ കോമൺ ടൈം റെഫറൻസ്. അതായത് നമ്മൾ സമയം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണമല്ലോ ഇന്ന സ്ഥലത്ത്. അപ്പോൾ പല സമയത്തായി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഒരു സബ്സ്റ്റേഷനിൽ വേറൊരു ടൈം, മറ്റേ സബ്സ്റ്റേഷനിൽ വേറെ ടൈമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇഷ്യൂ ആണല്ലോ. അപ്പോൾ സെയിം ടൈം റെഫറൻസ് എടുക്കണം എന്ന് പറഞ്ഞു. ബട്ട് വെൻ എവർ ന്യൂമറിക്കൽ റിലേസ് വിത്ത് പ്രൊവിഷൻ ഓഫ് റെക്കോർഡിംഗ് ഫാൾട്ട് ഡാറ്റ ആർ ഇൻസ്റ്റാൾഡ്, ഡിസ്റ്റർബൻസ് റെക്കോർഡ് ആൻഡ് ഇവൻ ലോഗർ മേ നോട്ട് ബി ഇൻസ്റ്റാൾ. അതായത് ന്യൂമറിക്കൽ റിലേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാവും ഈ പറഞ്ഞ രണ്ടാമത്തെ റെക്കോർഡിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് വേറെ സാധനം കരുതണ്ടെന്നാണ് പറയുന്നത്. There shall be no tapping of another transmission line from the main line 66 kV and above class lines. അപ്പോൾ ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് ടാപ്പ് ചെയ്ത് അടിച്ചു മാറ്റി അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകരുതെന്നുള്ളതാണ്. അടിച്ചു മാറ്റി കൊണ്ടുപോകണമല്ല കേട്ടോ, മീൻസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകരുത് ഈ റെഗുലേഷൻ 46 പ്രകാരം. ഫെയിലിയേഴ്സ് ഓഫ് എനി 220 kV and above voltage level transformer, reactor and transmission lines shall be reported by the owner of the electric installation. അപ്പോൾ ഈ പറഞ്ഞ 220 എബോവിലൊക്കെ എന്തെങ്കിലും വിഷയം വന്നാൽ അപ്പോൾ തന്നെ വിത്തിൻ 48 hours നമ്മുടെ അതോറിറ്റിയോട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റീസണും ബാക്കി അത് ആ ഫീൽഡിൽ രണ്ടാമത് വരാണ്ടിരിക്കാൻ എന്തൊക്കെ നടപടികൾ എടുത്തു എന്നുള്ള കാര്യങ്ങളും നമ്മൾ അതോറിറ്റിക്ക് ഒരു മാസത്തിനുള്ളിൽ അറിയിക്കുകയും വേണം. ആസ് പെർ റെഗുലേഷൻ 48 ആണ് പറഞ്ഞത്. പിന്നെ എർത്ത് ഷാൽ ബി പ്രൊവൈഡ് ഇൻ സബ്സ്റ്റേഷൻ ടു ലിമിറ്റ് ടച്ച് വോൾട്ടേജ് ആൻഡ് സ്റ്റെപ്പ് വോൾട്ടേജ് ടു ടോളറബിൾ ആൻഡ് സേഫ് വാല്യൂസ് റെഗുലേഷൻ 50 പ്രകാരം. എർത്ത് മാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രിഡ് പോലെ ഒരു ഏരിയയിൽ ഫുള്ളും കുറേ എർത്ത് പിറ്റുകൾ ചെയ്തിട്ട് ഇതെല്ലാം പരസ്പരം ഗ്രിഡ് പോലെ ചെയ്യും. അതിൻ്റെ മുകളിലായിരിക്കും ആ ഒരു സബ്സ്റ്റേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അത് ഓവറോൾ ഒരു ഒറ്റ പൊട്ടൻഷ്യലിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എർത്ത് മാറ്റിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിൽ ഓരോന്നിൻ്റെയും വിശദമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ ജസ്റ്റ് നോക്കി പോകാമെന്നേ ഇതിൽ പറ്റുള്ളൂ. ഓരോ പോയിന്റിലെ മെയിൻ സാധനങ്ങൾ സെപ്പറേറ്റ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഫയർ ബക്കറ്റ്സ് ഫിൽഡ് വിത്ത് സാൻഡ്, ഫയർ എക്സ്റ്റിങ്വിഷർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ബോക്സസ്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ചാർട്ട്, നമ്മൾ ഇങ്ങനെ കൃത്രിമശ്വാസം കൊടുക്കുന്ന അതിൻ്റെ ചാർട്ടുകളും ഫയർ ബക്കറ്റുകളും ഇതെല്ലാം വേണം. ഇഫ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഈസ് 5 MVA ആൻഡ് അബവ് ഗ്യാസ് മാസ്ക് ഷാൽ ബി പ്രൊവൈഡ്. ഗ്യാസ് മാസ്ക് ഒക്കെ വേണ്ടി വരും. വലിയ ട്രാൻസ്ഫോമർക്ക് 5 MVA മുകളിലൊക്കെ ആകുമ്പോഴേ നമുക്ക് ഇതൊക്കെ പൊട്ടിത്തെറിച്ചാൽ പുകയൊക്കെ തന്നെ വേറെ റേഞ്ചായിരിക്കും. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേറ്ററും അങ്ങനെയൊക്കെയുള്ള ഈ മാൻ സബ്സ്റ്റേഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഈ ഗ്യാസ് മാസ്കൊക്കെ. പിന്നെ യാർഡിൽ ഫെൻസിങ് പ്രൊവൈഡ് ചെയ്യേണ്ട കേസ് പറയുന്നുണ്ട്. വേലി കെട്ടണ കേസേ 51 റെഗുലേഷൻ പ്രകാരം. ബ്രേക്കേഴ്സ് ഇൻ യാർഡ് ഷാൽ ഹാവ് റിമോട്ട് ആൻഡ് ലോക്കൽ ഓപ്പറേഷൻ ഫെസിലിറ്റി. റിമോട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരം ഇപ്പോൾ ഈ KCB സ്കാഡയൊക്കെ വെച്ച് സോഫ്റ്റ്വെയർ വെച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ ഫെസിലിറ്റീസൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. ഇഫ് ദർ ഈസ് മോർ ദാൻ 1 ഇൻകമർ, ഐസൊലേഷൻ ഷാൽ ബി പ്രൊവൈഡ് അറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ലൈൻ ബ്രേക്കേഴ്സ്. ഓൾ ഔട്ട് ഗോയിങ് ഫ്യൂഡേഴ്സ് ഷാൽ ബി കൺട്രോൾ ബൈ ബ്രേക്കേഴ്സ്. മോർ ദാൻ 1 ഇൻകമർ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡ്രോയിങ്ങിലുള്ള പോലത്തെ ഇതുണ്ടെങ്കിൽ ബോത്ത് സൈഡ്സിലും ലൈൻ ഐസൊലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് ഷാൽ ബി കൺട്രോൾ ബൈ ബ്രേക്കേഴ്സ്. എല്ലാം ബ്രേക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഗ്രാനൈറ്റ് ജില്ലി ഓഫ് 45 mm സൈസ് ഷാൽ ബി സ്പ്രെഡ് ടു തിക്നെസ് ഓഫ് 150 mm in the yard and extend to outside the fencing to a minimum width of 1.5 meter. ഈ പറഞ്ഞ 150 mm തിക്നെസ്സിൽ നമ്മുടെ ഗ്രാനൈറ്റ് ജില്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിങ്കല്ല് പോലത്തെ അത് 40 mm സൈസുള്ളത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് ഫെൻസിങ്ങിൻ്റെ പുറത്തേക്ക് 1.5 meter പുറത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. സെപ്പറേറ്റ് കേബിൾ ട്രെഞ്ചസ് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ പവർ കേബിൾസ് ആൻഡ് കൺട്രോൾ കേബിൾസ്. ഈ ഇതിൻ്റെ കൺട്രോളിങ് സ്വിച്ച് ബ്രേക്കേഴ്സിൻ്റെ കൺട്രോളിങ്ങിനൊക്കെ വേണ്ടി കൺട്രോൾ കേബിൾസ് ഉണ്ടാവും. അതിൻ്റെ പവർ കൊണ്ട് തന്നെ പവർ കേബിൾസ് ഉണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും ഒരേ ട്രെഞ്ചിൽ പോകരുത്. ഇഫ് നോട്ട് പോസിബിൾ ദേ ഷാൽ ബി ലേഡ് ഇൻ സം കേബിൾ ട്രെഞ്ച് ഇൻ ഡിഫറെൻറ്റ് റാക്സ്. പല റാക്കിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇടുക ഇത് പോസിബിൾ അല്ലെങ്കിൽ. ബാറ്ററി റൂം ഷാൽ ബി സെപ്പറേറ്റഡ് ആൻഡ് ഓൺലി ഫ്ലെയിം പ്രൂഫ് ഫിറ്റിംഗ് ഷാൽ ബി യൂസ്ഡ് ഇഫ് ദ ലെഡ് ആസിഡ് ടൈപ്പ് ബാറ്ററി ഈസ് യൂസ്ഡ്. നമ്മുടെ ഈ കൺട്രോൾ വയറിങ്ങിൻ്റെ കൺട്രോൾസ്, റിലേസിൻ്റെ കൺട്രോളിന് എല്ലാത്തിനും ഓക്സിലറി സപ്ലൈ, അതായത് ബാറ്ററിയുടെ ആവശ്യകതയുണ്ട്.
അപ്പോൾ അത് ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ഒക്കെ വെച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് റൂമൊക്കെ ആക്കിയിട്ട് ചെയ്യുന്ന കേസാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഷോർട്ട് ടൈം വിച്ച് ആൻഡ് കറണ്ട് ഓഫ് ബ്രേക്കർ ഷാൽ ബി മിനിമം 31.5 kA for 1 second for 66 kV. അതായത് നമ്മൾ ഷോർട്ട് അടിക്കുമ്പോഴത്തേക്കും 31,500 ആംപിയർ വരെ ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സെക്കൻഡിൽ തന്നെ. അപ്പോൾ ആ മിനിമം 66 kV സബ്സ്റ്റേഷനൊക്കെയാണ് മിനിമം ആ ഒരു കപ്പാസിറ്റി വേണം. അതിന് മുകളിലുള്ള 110 kV ഒക്കെ ആണെങ്കിൽ 40,000 ആംപിയർ റേഞ്ചിലൊക്കെ ഫ്ലോ ചെയ്യാം അപ്പോൾ ഒരു സെക്കൻഡിൽ. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ബ്രേക്കറിന് വേണം. 132നും 110-നൊക്കെ 40,000 ആംപിയർ വരെ പോകാം. 132 kVയിലേക്കൊക്കെ 50,000 ആംപിയർ വരെയൊക്കെ പോകാം ഒരു സെക്കൻഡിൽ. അല്ല 220 kVക്കൊക്കെ 50,000 ആംപിയർ വരെ പോകാം 220 kVയുടെയൊക്കെ. അപ്പോൾ ഇതെല്ലാം റെഗുലേഷൻ 43-ൽ പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ അത്രയും റേറ്റിംഗ് ഉള്ള ഒരു ബ്രേക്കറിൻ്റെ റേറ്റിംഗ്, അതിൻ്റെ കറണ്ട് റേറ്റിംഗ് കൂടാതെ ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേറ്റിംഗുള്ള മിനിമം എടുക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സാധനം അടിച്ചു പോകും. ഗ്രൗണ്ടിങ് സിസ്റ്റം ഷാൽ ബി ഡിസൈൻഡ് ആസ് പെർ IEE 80 ഫോർ എക്സ്പെക്റ്റഡ് ലൈഫ് ഓഫ് സബ്സ്റ്റേഷൻ, മെയിൻറ്റെയിനിങ് ദ ടച്ച് ആൻഡ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വിത്ത് അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ത്രൂ ഔട്ട് ദ ലൈൻ. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിങ് എർത്തിങ്ങിൻ്റെ പാർട്ട് വിശദമായിട്ട് പറയുമ്പോൾ അതിൽ പറയും എന്താണ് ടച്ച് പൊട്ടൻഷ്യൽ, എന്താണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. ബേസിക്കലി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്റ്റേഷനിൽ ഇത്രയും ഹൈ വോൾട്ടേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്റ്റെപ്പ് നമ്മുടെ ഒരു കാല് നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. നമ്മളൊരു കാലും മറ്റേ കാലും തമ്മിൽ ഒരു ഫാൾട്ട് വന്ന സമയത്ത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ജസ്റ്റ് മുമ്പോട്ട് വെച്ചാൽ തന്നെ നമ്മുടെ രണ്ട് കാലിലും 2 വോൾട്ടേജ് ലെവലിലായിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഷോക്ക് അടിക്കാനുള്ളൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു സംഭവത്തിനാണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. സർജ് അറസ്റ്റേഴ്സ് ഷാൽ ബി പ്രൊവൈഡഡ് വിത്ത് സർജ് കൗണ്ടേഴ്സ് ആൻഡ് ലീക്കേജ് കറണ്ട് മോണിറ്റേഴ്സ്. അതായത് പെട്ടെന്ന് ഈ ഡിമെൻഡിൽ പോലത്തതും അല്ലെങ്കിൽ സപ്ലൈയുടെ പീക്ക് ഒക്കെ വരുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് എർത്ത് ചെയ്ത് വിടാനുള്ള സർജ് കൗണ്ടേഴ്സും ലീക്കേജ് കറണ്ട് മോണിറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം. ഡിസ്കണക്റ്റേഴ്സ് ഓഫ് 220 kV ആൻഡ് അബവ് ഷാൽ പ്രൊവിഷൻ ഫോർ റിമോട്ട് ആൻഡ് മാനുവൽ ഓപ്പറേഷൻ. ഇവിടെ ലോക്കൽ ഓപ്പറേഷൻ ഈസ് റെക്കമെൻഡ് ഫോർ എർത്തിങ് സ്വിച്ച്. അപ്പോൾ എർത്തിങ് സ്വിച്ചുകൾ മാത്രമേ തൊട്ടടുത്ത് നമ്മുടെ എർത്ത് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. പക്ഷേ ഇതിന് ഓൺ ഓഫ് ആക്കാനുള്ള ബ്രേക്ക് ഡിസ്കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ഐസൊലേറ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാം റിമോട്ടായിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് വേറെ സ്കാഡ് ഉപയോഗിച്ചോ അതൊക്കെ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം അതിൽ വേണം. TO ട്രിപ്പ് കോയിൽ ഷാൽ ബി പ്രൊവൈഡ് ഫോർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഓഫ് 132 kV ആൻഡ് അബവ്. അതായത് തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത് TO ട്രിപ്പ് കോയിൽസ് എന്ന് പറഞ്ഞാൽ. പിന്നെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് വിത്ത് അലാറം പ്രൊവൈഡ് ചെയ്യണം. സ്മോക്ക് ഡിറ്റക്ട് എന്തെങ്കിലും കേസ് വേണം. ഓയിൽ ഇവാക്യുവേറ്റിംഗ്, ഫിൽറ്ററിങ്, ടെസ്റ്റിംഗ് ആൻഡ് ഫില്ലിംഗ് അപ്പാരറ്റസ് ഷാൽ ബി പ്രൊവൈഡ്. ഓയിലിന് വേണ്ടിയുള്ള ഓയിൽ ഇപ്പോൾ എടുത്ത് കളയാനും അല്ലെങ്കിൽ എടുത്ത് മാറ്റാനും ഫിൽറ്റർ ചെയ്യാനും ടെസ്റ്റിങ്ങിനും തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വേണം. SF6 ഫില്ലിംഗ്, എവാക്യുവേഷൻ, ഫിൽറ്ററിംഗ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാൻ ഷാൽ ബി പ്രൊവൈഡ്. അതായത് ഗ്യാസ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കേഴ്സ് ആയിരിക്കും. SF6 ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫില്ലിങ്ങോ അത് ഇവാക്യുവേറ്റ് ചെയ്യാനോ പിന്നെ ഫിൽറ്റർ ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ വേണം. PLCC ഷാൽ ബി പ്രൊവൈഡ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻ ഓഫ് 132 and above. പ്രോഗ്രാം ലോജിക് കൺട്രോളിംഗ് ഒക്കെ മീൻസ് PLC സ്കാഡ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ മോണിറ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൺട്രോളിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ഡിസോൾവ് ഗ്യാസ് അനലൈസർ, വൈൻഡിങ് റെസിസ്റ്റൻസ് മീറ്റർ, ഫ്രീക്വൻസി റെസ്പോൺസ് അനലൈസർ, കപ്പാസിറ്റൻസ് ആൻഡ് ഡെൽറ്റ മെഷർമെൻറ്റ് യൂണിറ്റ്സ്, കോൺടാക്ട് റെസിസ്റ്റൻസ് മീറ്റർ, ലീക്കേജ് കറണ്ട് മോണിറ്റർ, റിലേ ടെസ്റ്റ് കിറ്റ് എക്സസ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ സബ്സ്റ്റേഷൻസ് ഓഫ് 132 and above. അതായത് ഈ മേൽപ്പറഞ്ഞ എക്യുപ്മെൻറ്റ്സ് പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഗ്യാസ് മറ്റേ നമ്മുടെ ഓയിലിലെ ഗ്യാസ് അനലൈസർ, വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണ, ഫ്രീക്വൻസിയുടെ റെസ്പോൺസ് കിട്ടുന്ന സാധനങ്ങൾ, കപ്പാസിറ്റൻസ്, അങ്ങനെ പല ലീക്കേജ് കറണ്ട് മോണിറ്റർ ചെയ്യാൻ റിലേസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുകളെല്ലാം അവൈലബിൾ ആയിരിക്കണം. അതെല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി EHV സബ്സ്റ്റേഷനിൽ വേണ്ട കാര്യങ്ങൾ.